Relations and functions. Topic to be discussed in these chapters are introduction, types of relations, types of functions, composition of functions and invertible functions, binary operations. Part 1 Introduction. എന്താണ് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലസ് ടുവിലെ ചാപ്റ്റേഴ്സ് പ്ലസ് വണ്ണിന്റെ ചാപ്റ്റേഴ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. പ്ലസ് വണ്ണിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റിലേഷൻ എന്താണ്, ഫംഗ്ഷൻ എന്താണ് എന്നൊക്കെ. ഓക്കെ, നമ്മൾ അത്തരം കാര്യങ്ങൾ ഇവിടെ പറയുന്നില്ല, കാരണം ഓൾറെഡി നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ്. മറ്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ദ വേ ഇൻ വിച്ച് ടു ഓർ മോർ തിങ്സ് ആർ കണക്റ്റഡ് ഈസ് ഐഡന്റിഫൈഡ് ബൈ ദ വേർഡ് റിലേഷൻ. രണ്ട് പേര് തമ്മിൽ നമ്മൾ ബന്ധപ്പെടുത്തുന്നതിനെയാണ് റിലേഷൻ എന്ന് പറയാം. ഫാദറും മദറും റിലേഷനാണ്, ഫാദറും സണ്ണും റിലേഷനാണ്. ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് അങ്ങനെയാണ് നമ്മൾ പറയാം. റിലേഷൻസ് ക്യാൻ ബി ഫൗണ്ട് ഓൾ അറൌണ്ട് us. നമുക്ക് ചുറ്റും നമുക്ക് റിലേഷൻസ് കാണാൻ സാധിക്കും. എ മദർ ഈസ് റിലേറ്റഡ് ടു ഹെർ ചൈൽഡ് ബൈ ബ്ലഡ്. മനസ്സിലായോ? ആ രക്തബന്ധമെന്ന് നമ്മൾ പറയാറില്ല. വി ഹ്യൂമൻസ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ആസ് മെമ്പേഴ്സ് ഓഫ് ദി സെയിം സ്പീഷീസ്, ഹോമോസാപ്പിയൻസ്. നമ്മളെല്ലാവരും ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസിൽ പെടുന്ന മനുഷ്യരാണ്. A soldier is related to his country by his duty to protect his borders. ഒരു സോൾജർ എങ്ങനെയാണ് ഒരു രാജ്യം ബന്ധപ്പെട്ടിരിക്കുന്നത്? രാജ്യത്തിന്റെ ബോർഡേഴ്സിനെ അദ്ദേഹം സംരക്ഷിക്കാൻ കടപ്പെട്ടതാണ്. An insect is related to a flower by its fragrance and so on. അപ്പൊ ഒരു നല്ല മണമുള്ള ഒരു ഫ്ലവർ ആണെങ്കിൽ അതിനകത്ത് ഇൻസെക്ട് വരും, അല്ലെ? ഇപ്പൊ നമുക്കറിയാം, പൂച്ചയുടെ കാര്യം എടുക്കാം. പൂച്ചയ്ക്ക് ടേസ്റ്റ് അറിയാനുള്ള കഴിവില്ല. പൂച്ചയ്ക്ക് നമ്മൾ നല്ല മണമുള്ള വസ്തു കൊടുത്താൽ പൂച്ച അത് ആ മണം കണ്ടിട്ടാണ് അതെന്ത് ചെയ്യുന്നത്, അത് തിന്നുന്നത്. അപ്പൊ ആ ഫ്ലവറിന്റെ സ്മെല്ലും ആ ഇൻസെക്റ്റുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. ഇതാണ് നമ്മൾ സാധാരണ നോർമൽ ലൈഫിലെ റിലേഷൻ എന്ന് പറയുന്നത്. ശരിയാണ്. സോ വാട്ട് ഈസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ടു തിങ്സ് ഓർ മോർ ദാൻ ടു തിങ്സ്. രണ്ട് വ്യക്തികൾ തമ്മിലോ രണ്ട് വസ്തുക്കൾ തമ്മിലോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വസ്തുക്കൾ തമ്മിലോ ബന്ധപ്പെടുത്തുന്നതിനെയാണ്. എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിലേഷൻ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കും. Similarly, relations in mathematics help us identify a connection or link between two quantities. In mathematics, it is a connection or link between two quantities. For example, two variables x and y can be related to each other by a difference of 5. Two variables, for example, 3 and 8. 8 minus 3 is equal to 5. Clear? 8 and 3 are related because if you subtract one number from another number, you will get 5. നിങ്ങൾ ഈ രണ്ട് നമ്പർ തമ്മിൽ ഡിഫറൻസ് കണ്ടാൽ 5 കിട്ടും. So the relation between them is, suppose this number is x and this number is y, then the relation is x minus y is equal to 5. ഈ തിരിച്ചു കണ്ടാലോ 3 minus 8. 3 minus 8 is equal to minus 5. അപ്പോൾ നമുക്ക് 3 minus 8 5 കിട്ടണമെങ്കിൽ ഇതിന്റെ മോഡുലസ് കാണണം. So modulus of minus 5 is equal to 5. So in generally speaking, x minus y modulus is equal to 5. It's a relation. The numbers satisfy these relations are known as the members of the relation. ആ റിലേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത് 3 സാറ്റിസ്ഫൈ ചെയ്യും, എന്താണ് 8 സാറ്റിസ്ഫൈ ചെയ്യും, 3 വെട്ടും. ഓക്കെ, സോ ദിസ് ഈസ് എ റിലേഷൻ. ഓക്കെ, ഈസ് ദ സ്പെഷ്യൽ പ്രോപ്പർട്ടി ഓഫ് ഹാവിംഗ് ഡിഫറൻസ് ഓഫ് 5 which help us identify numbers that are linked to each other under this relation. ഈ റിലേഷനിലെ ഏതൊക്കെ നമ്പർ ആണോ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. 3 and 18 സാർ നേരത്തെ എടുത്തു. 9 and 14 അല്ലെ? 14 minus 19, 14 minus 9 is equal to 5. Similarly, 9 minus 14 is equal to minus 5. Okay, but the relation says that modulus. Okay, so this is modulus is equal to 5. Whether it is minus 5, but modulus is gives us 5, positive 5. Similarly, another two numbers, 12 and 17. Okay, so you can identify the numbers with using this relation. Only this relation satisfy these numbers. E numbers satisfy in the relation മാത്രമാണ്. മനസ്സിലായോ? Clear ആയോ? So relations in mathematics help us to identify a connection or link between two quantities. Okay. നമ്മളിപ്പോൾ എഴുതിയത് നമുക്കൊന്നുകൂടി നോക്കാം. In mathematics, relations basically deal with the pairing up of elements. മാത്തമാറ്റിക്സിലെ റിലേഷൻസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ pairing up of elements നമ്മൾ പെയർ ചെയ്യും from two sets and then drawing a link between the two elements in these pairs called ordered pairs. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ
ആ 3 നമുക്ക് ഇങ്ങനെ എഴുതാം 3,8. This is an ordered pair because the difference between 3 and 8 is 5. Then അടുത്ത ordered pair എന്താണ് 9,14. Clear? Similarly 12,17. Clear? Okay. The ordered pairs. The first one is taken from the first set and second one is taken from second set. First one x, second one y. First one x, second one and then y. Clear? So x comma y. This is the ordered pair. Okay, clear? Yes. Some relations possessing a special property grow up to become functions, which form an integral part of the present mathematics, and we will discuss in the subsequent sections of this chapter. ചില റിലേഷൻസ് ഫങ്ഷൻസ് ആയിട്ട് മാറും. ആ ഫങ്ഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ബട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നില്ല. ഫങ്ഷൻസ് നമ്മൾ സബ്സിക്വന്റ് സെക്ഷൻസിൽ നമ്മൾ പഠിക്കും. The concept of relations. Relations എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. A relation is a linkage or connection between two sets of data. It is a linkage or connection between two sets of data. രണ്ട് സെറ്റ് ഓഫ് ഡാറ്റകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് റിലേഷൻ എന്ന് പറയുന്നത്. And can be visualized as a collection of ordered pairs. നമ്മൾ നേരത്തെ കണ്ടു ordered pair ആയിട്ട് നമുക്ക് അതിനെ കാണാനായിട്ട് സാധിക്കും. Okay. Where the first argument, first element is an element of the first set. Suppose x, 3,8. Clear? So x contain 3 and y contain 8. Clear? So the first set and the second argument is the related element from the second set. The second y first x. Okay. Consider the following example. Let A and B the two sets of persons as follows. ഇവിടെ നമുക്ക് രണ്ട് സെറ്റ് ഉണ്ട്. എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. സെറ്റ് എന്താണെന്ന് നിങ്ങൾ +1 പഠിച്ചതാണ്. എയില് 3 ആളുകളാണ് കൊടുത്തിരിക്കുന്നത്, അമിതാഭ്, ഋഷി ആൻഡ് റാം. ബിയില് രൺബീർ, ലവ്, കുഷ് ആൻഡ് അഭിഷേക്. ഓക്കെ ഓക്കെ, ക്ലിയർ? യെസ്. സോ ഇതിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത് there is a relation is father of between the elements of set A and B. ഇതിൽ ഒരാളുടെ എന്താണ് ഫാദർ ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തേക്കുന്നത് അമിതാഭ്, അഭിഷേക്. ഈ അമിതാഭ് എന്ന് പറയുന്നത് അഭിഷേകിന്റെ ആരാണ്? ഫാദർ ആണ്. സോ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഫാദർ ആണ്. അമിതാഭിന്റെ മകനാണ് അഭിഷേക്. ഓക്കെ. സോ നമ്മൾ എന്താ പറയുന്നത് വെച്ചത്, വി റൈറ്റ് ക്യാപിറ്റൽ ആർ ഫോർ ദ റിലേഷൻ ഈസ് ഫാദർ ഓഫ്. ഫാദർ ആണെന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയുന്ന റിലേഷൻ ആണ് ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു ഫാദർ ഓഫ്. ഓക്കെ. അപ്പോ നമ്മൾ എങ്ങനെ എഴുതാം? അമിതാഭ് അഭിഷേകിന്റെ ഫാദർ ആണ്. സോ അമിതാഭ് ആർ അഭിഷേക്. സിമിലാർലി ഋഷി is the father of എന്താണ്? രൺബീർ. അപ്പൊ ഋഷി ക്യാപിറ്റൽ ആർ, രൺബീർ, രാം is the father of love. അപ്പൊ രാമൻ എന്താ എഴുതാം? ക്യാപിറ്റൽ ആർ, ലവ്. രാം is also the father of എന്താണ്? കുഷ്. കുഷിന്റെ ഫാദറും കൂടിയാണ്. അപ്പൊ രാം ആർ കുഷ്. Omitting the letters capital R between the above pairs of persons and writing these pairs of persons as ordered pairs. കണ്ടോ, നമ്മളിത് ഓർഡർ പേർ ആയിട്ട് എഴുതാൻ എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ രാം ആൻഡ് കുഷ്. ഓർഡർ പേർ എങ്ങനെ ബാക്കിൽ എഴുതുന്നു? രാം എഴുതുന്നു, കോമ ഈ ക്യാപിറ്റൽ ആർ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു, അതിനുശേഷം എന്താണ്? കുഷ് എഴുതുന്നു. ക്ലിയർ? സോ ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്? ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. ക്യാപിറ്റൽ ആർ റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു, ഇവിടെ നിന്ന് ഈ ആർ റിമൂവ് ചെയ്തു. സോ അമിതാഭ് കോമ അഭിഷേക്, അമിതാഭ് കോമ അഭിഷേക്. സിമിലാർലി നമ്മൾ ഇവിടെ നിന്ന് ആർ റിമൂവ് ചെയ്തു, ഋഷി കോമ രൺബീർ. സിമിലാർലി നമ്മൾ ഇവിടെ നിന്ന് ആർ റിമൂവ് ചെയ്തു, രാം കോമ ലവ്. ദെൻ ഇവിടെ നിന്ന് നമ്മൾ ആർ റിമൂവ് ചെയ്തു, രാം കോമ കുഷ്. ഓക്കെ, ക്ലിയർ? ഇൻ ജനറലി സ്പീക്കിംഗ്, x is the first element and y is the second element. X belongs to capital A, set A, കണ്ടോ? And y belongs to capital B, set B. Okay, clear? And x related to y. ഇതാണ് ജനറൽ ആയിട്ട് നമ്മൾ ഇതിനെ എഴുതുക. So thus we find that the relation is the father of from the set A to the set B can be seen as a subset of A cross B. എന്താണ് സാർ A cross B? A cross B എന്ന് പറഞ്ഞാൽ ഇപ്പൊ എയിനകത്ത് സപ്പോസ് എയിനകത്തുള്ളത് 1,2 and ബിനകത്തുള്ളത് സപ്പോസ് 3,5. Then A cross B എന്ന് പറഞ്ഞാൽ 1,3, 1,5, 2,3, 2,5. This is A cross B. Clear? That is 1,3. 3 ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു, 1,5. Clear? Then again 2 എടുക്കുക, 2,3,
then 2 comma 5. Okay, this is A cross B. Similarly, in the previous example, what is A cross B? A cross B is Amitabh cross Ranbir, Amitabh cross Amitabh comma Love, Amitabh comma Kush, Amitabh comma Abhishek. Then again Rishi comma Ranbir, Rishi Kush, Rishi Abhishek. Then the Ram Ranbir, Ram Love, Ram Kush, Ram Abhishek. അങ്ങനെ കുറേ ഉണ്ട്. അതിനകത്തെ ഒരാളല്ലേ ഇത്? യെസ്. എ ക്രോസ് ബി നമ്മൾ എടുത്ത് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഒരു റിലേഷൻ ആണ് ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. അപ്പൊ ക്യാപിറ്റൽ ആർ ആൾവേസ് ഏതൊരു റിലേഷനും അത് എ ക്രോസ് ബിയിലെ ഒരു അംഗമായിരിക്കും. ഓക്കെ, സോ സച്ച് ദാറ്റ് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി, എ ക്രോസ് ബിയുടെ എന്തായിരിക്കും? സബ്സെറ്റ് ആയിരിക്കും. എ ക്രോസ് ബിയിൽ ഉണ്ടാവും അത്. ഓക്കെ, സച്ച് ദാറ്റ് എക്സ് വൈസ് ബിലോങ്സ് ടു ക്യാപിറ്റൽ ആർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈസ് ഫാദർ ഓഫ് വൈ ഓർ എക്സ് റിലേറ്റഡ് ടു വൈ ഇൻ ദ above cases. Okay. So what is the definition of Cartesian product of set that is A cross B? Cartesian product of sets means let A and B be two non-empty sets. Their Cartesian product denoted by A cross B. Sir, 1 2 1 1 3 1 5 2 3 2 5 എന്ന് കാണിച്ചില്ല. അപ്പോൾ A cross B എന്ന് പറഞ്ഞാൽ x, y ഉണ്ടാവും. x എയിലായിരിക്കും, y എന്താണ് ബിയിലായിരിക്കും. എന്നാൽ തിരിച്ചു പറഞ്ഞാൽ ബി ക്രോസ് എ എന്ന് പറഞ്ഞാൽ അവിടെ എക്സ് ബിയിലായിരിക്കും, വൈ എയിലായിരിക്കും. ദാറ്റ് ഈസ് ഇഫ് suppose A സമം 1, 2 and B സമം എന്താണ് 3, 4. Okay, A cross B എന്ന് പറഞ്ഞാൽ 1, 3. So 1, 3. B cross A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പറയണം 3, 1. 3, 1. And this 1, 3 not equal to 3, 1. 1, 3 not equal to 3, 1. That means A cross B never equal to B cross A. A cross B എന്ന് പറയുന്നതും ബി ക്രോസ് എ എന്ന് പറയുന്നത് രണ്ടാണ്. ദ പ്രീവിയസ് എക്സാമ്പിൾ എ ടു ബി എന്ന് പറഞ്ഞാൽ ഫാദർ ആണ്. സപ്പോസ് ബി ടു എ എന്തായിരിക്കും? യെസ്, ചൈൽഡ് ആണ് അല്ലേ? ആളുടെ എന്താണ്? കുട്ടികളാണ്. മറ്റേതെന്താണ്? ഫാദർ ആണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് റിലേഷൻ പറയുമ്പോൾ വ്യത്യാസമുണ്ട്. ഓക്കെ, ക്ലിയർ? Point to note, A cross B not equal to B cross A in general. Number of A cross B is equal to number of A into number of B. Number of A dot number of B. Okay. നമ്മൾ ഗുണിച്ചാൽ മതി. എയിലെ എണ്ണവും ബിയിലെ എണ്ണവും ഗുണിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എ ക്രോസ് ബി കിട്ടും. നമ്പർ ഓഫ് ബി ക്രോസ് എയും സെയിം ആയിരിക്കും. ബട്ട് എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ ജനറൽ. Definition 2, relation. Let capital A and capital B any two non-empty set. എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. Then a relation capital R from A to B is defined as a subset of the Cartesian product A cross B. നേരത്തെ നമ്മൾ പറഞ്ഞു Cartesian product A cross B യുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. That is, capital R is a relation from A to B if and only if R is a subset of A cross B. കണ്ടോ? A cross B യുടെ ഒരു സബ്സെറ്റ് ആയിരിക്കണം. In particular, by a relation on a given set A, B means subset of A cross A. ഇനി A മാത്രമുള്ളെങ്കിലോ? A മാത്രമുള്ളെങ്കിൽ A cross A യുടെ സബ്സെറ്റ് ആയിരിക്കും നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. It's clear? So remark, we know that if A is a set having P elements, then total number of subset of A equals 2 raised to P. എയിനകത്ത് എന്താണ് 1, 2, 3 3 പേരാണുള്ളെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? 2 raised to ഹാവിംഗ് പി എലമെന്റ്സ് ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് 2 raised to 3. ഇവിടെ 1, 2, 3 പേരുണ്ട്. ഓക്കെ, that is if number of A is equal to P and number of B is equal to Q, then the total number of possible relation from A to B equal to 2 raised to PQ. ഇനി എയും ബിയും രണ്ട് സെറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എയിലെ ആളുകളുടെ എണ്ണം 5, ബിയിലെ ആളുകളുടെ എണ്ണം 2. അങ്ങനെയാണെങ്കിൽ ആ 5ഉം 2ഉം കൂടി നമ്മൾ ഗുണിക്കണം. ദാറ്റ് ഇസ് 10. ക്ലിയർ? ദെൻ ടോട്ടൽ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ 2 raised to എന്തായിരിക്കും? ആ 5 into 2, that is 2 raised to 10 ആയിരിക്കും. So please note this point. Okay, clear? Illustration നോക്കാം. Let A is equal to 1, 2, 3 and B is equal to 4, 5. If R1 and R2 given by R1 1, 4, നമുക്ക് കാണാൻ പറ്റും 1, 4, 2, 5, 2, 5, then 2, 4, 2, 4. Okay, that is a relation. Very good. Then R2 ലേക്ക് നമുക്ക് നോക്കാം. 1, 4, 1, 4. Okay, 3, 4, 3, 4. Okay, then 3, 5, 3, 5. Okay, very good. 2, 2, 2. 2, ഇവിടെ ഇല്ലല്ലോ സർ 2. Yes, this is not happen. ഇത് അവിടെ ഇല്ല because there is no element 2 here. Okay, so then R1 is the relation from A to B, but R2 is not a relation. R2 എന്ന relation അല്ല because R2 is not a subset of A cross B as 2, 2
not belongs to A cross B. നമ്മൾ ഇവിടുന്ന് A cross B എടുത്തു കഴിഞ്ഞാൽ 2,2 എന്നുള്ള എലമെന്റ് വരില്ല. So R2 is not the relation. Okay, this is an introduction to the chapter 1 of class 12 mass relations and functions. Please visit part 2. Join online for more videos. 9747977418.